ഹലോ, നമ്മളൊന്ന് കേരളാകുണ്ട് വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്നൊരു 26 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ റോഡ് ഭയങ്കര ചെറുതും. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മളിവിടെ എത്തി. ഇവിടെ വരെ വണ്ടി പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ നടക്കാനുണ്ട്. അപ്പം സൈസോട്ടം വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാണ്. ഇതിൻ്റെ ബാക്കിലൊക്കെ ഫുൾ റബ്ബർ തോട്ടങ്ങളാണ്. പിന്നെ ഈ സൈഡിൽ നടക്കാനൊരു 3 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം വഴിയും ചെറുതാണ്. അത്രയും ദൂരം നടക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ജീപ്പിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു, 3 പേരുടെ. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയും കൂടി ഒരു ട്രിപ്പായിട്ട് പോയി. റോഡ് ഭയങ്കര ചെറുതാണ്. ഒരു ജീപ്പിന് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള വഴിയുള്ളൂ. അങ്ങനെ നമ്മളവിടെ എത്തി. ഒരു ട്രിപ്പിന് 250 രൂപയാണ് ഒരു ജീപ്പിന് ഒരു സൈഡിലേക്ക്. ഇതാണ് നമ്മുടെ കേരളാകുണ്ട് വാട്ടർഫോൾസിൻ്റെ എൻട്രൻസ്. ഒരു ടിക്കറ്റിന് 20 രൂപയാണ്. അവിടെ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് എല്ലാവരും ചേഞ്ച് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചേഞ്ച് കയ്യിൽ വെക്കണം. സോ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ പാർക്കിങ്ങില്ല. നമ്മുടെ ഓൺ ജീപ്പ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ എടുത്ത് വന്നിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബിൽഡിംഗ് ആണ്. അവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് താഴെ ഇറങ്ങി നമ്മൾ ആ ബ്രിഡ്ജ് വഴിയാണ് താഴേക്ക് എത്തേണ്ടത്. അവിടേക്കുള്ള വഴി തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പൂക്കളും ഒരു പുല്ലൊക്കെ കട്ട് ചെയ്ത് വെച്ച രീതിയൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മൾ നേരെ ബ്രിഡ്ജിലേക്കാണ് കയറുന്നത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴേക്ക് എത്താനായിട്ട്. ഇപ്പോൾ കാലുവേദനയും അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. താഴെ വരെ സ്റ്റെപ്പില്ല, വെള്ളത്തിൻ്റെ അവിടെ വരെ സ്റ്റെപ്പില്ല. അപ്പോൾ നമ്മളൊന്നെങ്കിൽ ഈ സൈഡ് വഴി കയറ് പിടിച്ച് വേണം താഴേക്ക് ഇറങ്ങാൻ പാറയിലൂടെ, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് വഴി. സോ ഞങ്ങൾ ആദ്യം കൂടി ഉള്ളത് കൊണ്ട് ഇവിടെ ചെരുപ്പ് അഴിച്ചിട്ടിട്ട് ഈ വഴിയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ഈ ചേട്ടൻ എപ്പോഴും ഉണ്ടാവും. ഈ ചേട്ടൻ വഴിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. ആദ്യം ഇറക്കാനും ഈ ചേട്ടൻ കുറേ ഹെൽപ്പ് ചെയ്തു. അവിടെ എത്തിയപ്പോഴുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മൾ നടന്നു വന്ന ബ്രിഡ്ജ്. നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. നല്ല രസമായിരുന്നു. ഭയങ്കര തിരക്കില്ല, പക്ഷെ തിരക്ക് വന്നുകൊണ്ടിരിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ
വെള്ളത്തിലൊക്കെ കളിച്ച് അവിടെ നിന്ന് കയറി. കയറാൻ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു, കാരണം ഒരു ടീം ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. അവർ കോയമ്പത്തൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും പേര് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് കയറാനായിട്ട്. അപ്പോഴും ഈ ഏട്ടൻ ഹെൽപ്പ് ചെയ്തു ഞങ്ങളെ കയറാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി. ചേട്ടൻ്റെ പേരെന്താ? ശരി. മേലെത്തി. നമ്മൾ ആ സൈഡിലേക്കാണ് ഇറങ്ങിയത്. ഈ സൈഡിലും വേണമെങ്കിൽ അത് ആൾക്കാർ അവിടെ കാണുന്നുണ്ട്. കയറ് പിടിച്ചിട്ട് ആ വെള്ളത്തിലും ഇവിടെയും നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ സ്റ്റെപ്പൊന്നുമല്ല ഇത്. ഇങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി തിരിച്ചിറങ്ങി. നമുക്ക് ജീപ്പിലൂടെ നോക്കാം, അല്ലെങ്കിൽ എന്താണ് എക്സ്പീരിയൻസ്? തിരിച്ച് ഞങ്ങൾ ജീപ്പിൽ തന്നെയാണ് പോയത്. ഇവിടെ എത്തിയപ്പോഴേക്കും കുറേ വണ്ടികളുണ്ടായിരുന്നു, നല്ല തിരക്കും കൂടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വരാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എത്താം. 9 മണി മുതൽ 5 മണി വരെയാണ് ഈ കേരളങ്ങൾ വാട്ടർഫോൾസ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. പിന്നെ ജൂൺ അങ്ങനെ നല്ല മഴയുള്ള സമയത്ത് മാത്രമേ അവർ അടച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളിലും ഇതുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. വേറെ കാലിനൊന്നും അധികം ബുദ്ധിമുട്ടില്ല. അത്രയും സ്റ്റെപ്പുകളും താഴേക്ക് കയറും പിടിച്ച് ഇറങ്ങണമുണ്ട്. അങ്ങനെ വയ്യാത്തവർ മാത്രമേ വരാതിരിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.